കേരളത്തിലെ പല ഹോട്ടലുകളും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും ഒക്കെ വില വലിയ തോതിൽ കൂടിയപ്പോൾ പിടിച്ചു നിൽക്കാൻ പല ഹോട്ടൽ ഉടമകൾക്കും കഴിയാതെ വന്നിരിക്കുകയാണ്. വില കൂട്ടിക്കഴിഞ്ഞാൽ ഒന്നാമതേ ആളുകൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറവാണ്. വിലയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഭക്ഷണം കഴിക്കാനാണ്? അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് പല ഹോട്ടലുകളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വെളിച്ചെണ്ണ വില പിടിച്ചാൽ കിട്ടാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം മറ്റു എണ്ണ ഉപയോഗിക്കുന്ന ഹോട്ടലുകളും ധാരാളമായിട്ടുണ്ട്. എന്നാൽ വെളിച്ചെണ്ണയിൽ പാചകം ചെയ്താൽ കിട്ടുന്ന രുചിയൊന്നും പല ഭക്ഷണങ്ങൾക്കും കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ വരുമ്പോൾ വെളിച്ചെണ്ണ ഇല്ലാതെ പാചകം ചെയ്താൽ അത് അത്രയും നല്ല രുചി വിളമ്പുന്ന പല റെസ്റ്റോറൻറ്റുകളുടെയും ഭാവി തന്നെ അനിശ്ചിതത്തിലാകും. അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്ന ആളുകളുടെ എണ്ണം തന്നെ കുറയും. എന്നാൽ വലിയ വില കൊടുത്ത് ഭക്ഷണം കഴിക്കാനും ആളുകൾ താല്പര്യം പ്രകടിപ്പിക്കുകയില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ വിലയെ നിയന്ത്രിക്കാൻ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ അതിന് സർക്കാർ മുന്നോട്ട് വരണം. തേങ്ങ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കണം. വെളിച്ചെണ്ണയ്ക്ക് പകരം വേറൊരു എണ്ണ കൊണ്ടുവന്നാൽ അതിനൊരു പകരമാകില്ല. എന്നാൽ വെളിച്ചെണ്ണ വില കുതിക്കുമ്പോൾ മറ്റ് എണ്ണകളുടെ എല്ലാം ഉപയോഗം വളരെ കൂടുകയാണ്. പാം ഓയിലാണെങ്കിലും സൺഫ്ലവർ ഓയിലാണെങ്കിലും മറ്റ് എണ്ണകളൊക്കെ ആണെങ്കിൽ തന്നെ ധാരാളം വാങ്ങി ആളുകൾ ഉപയോഗിക്കുന്നു. ഈ എണ്ണകൾ ധാരാളമായി ആളുകൾ ഉപയോഗിക്കുന്നതോടുകൂടി കേരളത്തിൽ വെളിച്ചെണ്ണ മേഖല ആകെ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. കാരണം വെളിച്ചെണ്ണയ്ക്ക് ഒന്നാമത് വില കൂടുതലാണ്, അത് വാങ്ങാൻ ആളില്ല. അപ്പോൾ വാങ്ങുന്ന ആളുകൾ തന്നെ അത് വാങ്ങാൻ ശ്രമിക്കാതിരുന്നാൽ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. ഇപ്പം നാളികേര കർഷകർക്ക് കേര ഫണ്ടൊക്കെ നല്ല പൈസ കൊടുക്കുന്നുണ്ട്. നാളികേര കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ നല്ല വിപണി വില നന്നായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇത്രയും വില കൊടുത്ത് സാധാരണക്കാർക്കൊന്നും തേങ്ങ വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. തേങ്ങയ്ക്ക് പകരം തേങ്ങ ഉപയോഗിക്കാതെ എന്ത് കറി വയ്ക്കാമെന്ന് ഇപ്പോൾ മലയാളി ചിന്തിക്കുന്നൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തേങ്ങയില്ലാത്ത കറികൾ കൊണ്ടുവരാൻ മലയാളി മാക്സിമം ശ്രമിക്കുന്നത്. എല്ലാ ദിവസവും തേങ്ങ വാങ്ങി ഉപയോഗിക്കാൻ ഒരു സാധാരണക്കാരന് സാധിക്കുകയില്ല. അതുപോലെ വെളിച്ചെണ്ണ വാങ്ങി ഉപയോഗിക്കാൻ ഒരു സാധാരണക്കാരന് സാധിക്കില്ല. അവനൊക്കെ നിത്യോപയോഗ ചെലവുകൾ എങ്ങനെ കഴിക്കുമെന്നറിയാതെ എങ്ങനെ കഴിച്ച് മുന്നോട്ട് പോകുമെന്നറിയാൻ അത് ബുദ്ധിമുട്ടുമ്പോൾ ഇങ്ങനെ വിലക്കയറ്റം വളരെ രൂക്ഷമായാൽ അവൻ്റെയൊക്കെ കാര്യം വളരെ കട്ടപ്പുകയാവും. എന്തായാലും ഓണമൊക്കെ വരികയാണ്. ഓണത്തിന് വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കുമൊക്കെ പിടിച്ചാൽ കിട്ടാത്ത വലിയ വിലക്കയറ്റം ഉണ്ടാകും. ഓണത്തിന് പായസം വയ്ക്കാനും അത് കറികളുണ്ടാക്കാനും തേങ്ങയും വെളിച്ചെണ്ണയും ഒക്കെ കൂടുതലായി ഉപയോഗിക്കേണ്ടി വരുമ്പോൾ മലയാളിയുടെ കീശ വലിയ കാലിയാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.